ഹലോ, അപ്പം നമുക്കൊരു അടിപൊളി ചിക്കൻ ദം ബിരിയാണി ട്രൈ ചെയ്താലോ? ബാ തുടങ്ങാം. ആദ്യം തന്നെ സവാള, തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ക്ലീനാക്കി കട്ട് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. സവാള കട്ട് ചെയ്യുമ്പം നൈസായിട്ട് കട്ട് ചെയ്യുക. തക്കാളി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് എല്ലാം മിക്സിയിലിട്ട് നമുക്ക് പേസ്റ്റാക്കി എടുക്കണം. പിന്നെ മല്ലി, പുതിന ഇതെല്ലാം നോർമലി ചെയ്യുന്ന കാര്യമല്ലേ. അപ്പം ഇതെല്ലാം റെഡിയാക്കി സെറ്റാക്കി വയ്ക്കാം. അപ്പം കട്ടിങ്ങും ചോപ്പിങ്ങും എല്ലാം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം. പാൻ അടുപ്പത്ത് വയ്ക്കുക. നെയ്യ്, ഓയിൽ രണ്ടും കൂടി മിക്സാക്കി ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകാതെ നല്ല ഗോൾഡൻ യെല്ലോ കളറാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്രൈ ചെയ്ത് നമുക്കത് കോരി മാറ്റാം. അപ്പോൾ ഈ ഓയിലിൽ നിന്ന് സവാള എടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ ഇരുന്നല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ കോരി മാറ്റിയതിന് ശേഷം ആ സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ച് തേങ്ങ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് കുറച്ച് വൈറ്റ് കസ്കസ് നന്നായിട്ട് വാഷ് ചെയ്ത് അതും കൂടെ അതിലേക്ക് ചേർത്ത് മിക്സാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ അത് കോരി മാറ്റാം. സെയിം നെയ്യിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ ബ്രൗൺ ആയ ശേഷം അത് മാറ്റുക. നെക്സ്റ്റ് അതിലേക്ക് മുന്തിരി. അപ്പം അതും റെഡി ആയി കഴിയുമ്പോഴത്തേക്കും അതും കോരി മാറ്റാം. കരിയാതെ സൂക്ഷിക്കണം. നമുക്ക് ചിക്കൻ റെഡിയാക്കാം. ചിക്കനിലേക്കുള്ള നോർമലി നമ്മളിടുന്ന മസാലയെല്ലാം. അപ്പം ഞാൻ ചിക്കനിൽ യൂസ് ചെയ്തേക്കുന്നത് മഞ്ഞൾ, മുളക്, പെരുംജീരകം, കുരുമുളക്, മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം കൂടി മിക്സാക്കി പേസ്റ്റാക്കി ചിക്കനിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തൊരു 1/2 hour വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പം ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്ത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവാതെ നോർമലി നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്ത് സെറ്റാക്കി എടുക്കാം. അപ്പം ചിക്കൻ എല്ലാം ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ ചെയ്തും ഫ്രൈ ചെയ്യാതെയും വെക്കലുണ്ട്. ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്. ചിക്കൻ ഫ്രൈ ചെയ്ത് അതിനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇനി ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കട്ടിയുള്ള കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നെയ്യോ അല്ലെങ്കിൽ ഓയിലോ യൂസ് ചെയ്യാം. പിന്നെ നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ദെൻ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച തക്കാളി അത് നന്നായിട്ട് മിക്സായി വരുമ്പോഴത്തേക്കും അതിൽ ജിഞ്ചർ ഗാർലിക് ചില്ലി എല്ലാം കൂടെ പേസ്റ്റ് ചെയ്തത്, പിന്നെ ഞാൻ കുറച്ച് പൈനാപ്പിൾ ചോപ്പ് ചെയ്യുന്നുണ്ട്, അതുകൂടി കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ മസാലപ്പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പെരുംജീരകം, മസാലപ്പൊടി, മല്ലിപ്പൊടി ഇത്ര മാത്രം ചേർക്കുന്നുള്ളൂ. മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിന് തൈര് അത് മിക്സ് ആക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻ, തേങ്ങ ഇതിൽ നിന്നും ഹാഫ് നമുക്കെടുത്ത് മസാലയിലിടാം. പിന്നെ കുറച്ച് അരിഞ്ഞു വെച്ച മല്ലിയില, പുതിന അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സായി ഉപ്പിടാൻ മറക്കല്ലേ. എന്നിട്ട് വെള്ളവും ചേർത്ത് ഗ്രേവി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ ആഡ് ചെയ്ത് മിക്സാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം മസാലയുടെ പരിപാടി കഴിഞ്ഞു. ഇനി ചോറ് വേവിക്കാനുള്ള പരിപാടി. ഒരു വലിയ കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം, നമ്മുടെ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി നേരത്തെ അരിഞ്ഞതിൽ നിന്നും കുറച്ച് പൈനാപ്പിൾ എടുത്ത് ഇതിലേക്ക് ഇടുക. മല്ലിച്ചപ്പ്, പുതിന, കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ജീരകശാല റൈസായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ കഴുകി ഊറ്റി വെച്ച അരി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റൈസും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓവർ കുക്ക് ആവാൻ പാടില്ല. ഒരു 80% വേവ് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് റൈസ് മാറ്റാം. റൈസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി ദം ചെയ്യുന്ന പരിപാടിയിലേക്ക് പോകാം. മസാല റെഡിയാക്കിയ സെയിം കടായിൽ തന്നെയാണ് ദം ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. ലെയറായിട്ട് കുറച്ച് റോസ് വാട്ടറിൽ യെല്ലോ കളർ മിക്സ് ചെയ്തതിന് എടുത്തിട്ടുണ്ട്. അതും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം ഫ്രൈഡ് ഒനിയൻ, കാഷ്യൂ, കിസ്മിസ്, മല്ലിച്ചപ്പ്, പുതിന, അരിഞ്ഞു വെച്ച പൈനാപ്പിൾ, പിന്നെ അതിലേക്ക് നെയ്യും കൂടെ ഒഴിച്ച് നമുക്ക് ദം ചെയ്യാം.
ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫോയിൽ പേപ്പർ യൂസ് ചെയ്ത് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ടോപ്പിൽ കടായിയുടെ ലിഡ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഒരു ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ്സ് വെച്ച് നന്നായിട്ട് ദം ചെയ്തെടുത്ത് നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ റെസിപ്പി. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫോർ നൗ.